പച്ചവശമൊന്നും ഇല്ലല്ലോ. ശൈത്താനെ ഉടയോനെ, നിങ്ങെന്താ ഇങ്ങനെ പിടപിടിപിടായിക്കൊണ്ടിരിക്കുന്നത്? ചെണ്ട പൊട്ടുന്നതാ. ഇങ്ങനത്തെ എടുത്തേക്ക് വന്നിട്ട് ചെണ്ട പൊട്ടാൻ. എന്റെ നടുപോയേ, എന്റെ നടുപോയേ. നീ എവിടുന്ന് വരുന്നത്? എന്റെ കഥയെല്ലാം അറിയോ? എന്തിനാ എടുത്തേക്ക് വന്നിനി? ഇതെവിടെയാന്ന്? മാലോ മാലവും കൂല കൂലോ മാലോ. ഇങ്ങെന്തിനാ വന്നിനി? ഉമ്മമാരെ ഒരു തെയ്യമുണ്ട്, തെയ്യം കെട്ടാൻ വന്നതാ. ശൈത്താനെ, ശൈത്താനെ, ഉടയവനെ, നിങ്ങൾ എത്ര കൂട്ടങ്ങളുണ്ട് ഇങ്ങനെ ഇവിടെ വന്നത്? 14 കൂട്ടം. ഏതെല്ലാന്ന് പഠനങ്ങൾ കുറെ ഉണ്ട്. ഇപ്പൊ അറിയുന്നെല്ലാം പറയും. എല്ലാവരും എൻ്റെ ഇങ്ങനെ കുറേ എൻ്റെ കുറേ ശൈത്താന്മാരും കുറെ ഇവിടെ വന്നിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്കിന്ന് വെള്ളിയാഴ്ച ഉറൂസിന് പോണം. നമുക്ക് അറിയേണ്ടത് എന്ത് പറ്റിയെന്ന് അറിയണ്ടേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതൊരു വലിയ കഥയാണ് കേട്ടോ. ചെറിയ കഥ. നിങ്ങൾ എത്ര ഇടുന്ന് വരുന്നത്? എന്തെന്ന് എത്ര കൂട്ടം കനലാടിമാരിലുണ്ട് ഒന്ന് എനിക്ക് പറഞ്ഞു തരുവാ. 14 കൂട്ടം എന്ന് പറഞ്ഞില്ലേ? 14 കൂട്ടയാ കൂട്ടും. അത് ഏതെല്ലാന്ന്? ഇപ്പോൾ നീലേശ്വരത്ത് കോതർമാൻ, നീലേശ്വരത്ത് കുറങ്ങാൻ, പാലായിപ്പരപ്പൻ ഇങ്ങനെ പരന്നിട്ട് തന്നെ പോകുന്നതാ. നടന്നിട്ട് തന്നെ പരക്കാൻ പിന്നെ കുഞ്ഞ് അങ്ങനെയെല്ലാം വിളിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പറ്റി അത് പറയാം, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഇതിൽ ഇവിടെ കുറെ പഴയ തമ്പരാക്കന്മാരും തമ്പരാട്ടികളിലൂടെ എൻ്റെ ചരിത്രം അറിയാട്ടോ. അറിയാം, അവർക്കറിയാം. ഒന്നും കൂടെ വിളിക്കറോ? ഒരു മൂത്ത തമ്പരാനുണ്ട് ഇടാം. പിന്നെ എനിക്ക് പറ്റിയത്, എനിക്കെന്ന് പറ്റിയത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? കേട്ട് കേൾവിണ്ട ആവട്ടെ. അങ്ങനെ ഞാൻ ഇവിടെ ശൈത്താനില്ലേ, പേരറിയോ? എനക്ക് അങ്ങനെ വിളിക്കാൻ അറിയാം. തെയ്യത്തിന്റെ പേര്, തെയ്യത്തിന്റെ പേരെന്തെന്ന്? ആ, അങ്ങനെയുള്ള ഒരു തയ്യുണ്ട് ഇവിടെ. തയ്യം തയ്യം അങ്ങനെയുള്ളൊരു തയ്യുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ നെല്ല് കുത്താൻ വേണ്ടിയിട്ട് ഇവിടെ നെല്ല് കുത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതായിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ കുറേ പെണ്ണുങ്ങളിലും വരും, പള്ളിയിൽ നിന്നെല്ലാം വരും. ഞങ്ങൾക്ക് അന്ന് എല്ലാത്തിനും കൂടാട്ടുവാ. തമ്പ്രാക്കളെ നമുക്കിങ്ങനെ എല്ലാത്തിനും കുറേശ്ശെല്ലാം കൂടാ. അപ്പോൾ ഈ നെല്ല് കുത്ത് ജോലി എന്നെയും കൂട്ടി. ഇപ്പം ഞാനിങ്ങനെ ഈ നെല്ല് കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഇങ്ങനെ ഇത് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെളുത്തുമെന്ന് നോക്കല് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആ തയ്യം ഇത് കണ്ടു. ഇത് ഇറക്ക് നിവേദിക്കേണ്ട ഭോജനം ഉച്ചിഷ്ടമാക്കി എച്ചിലാക്കി എന്ന് പറഞ്ഞ് എൻ്റെ നടുപ്പുറത്ത് പൊലക്കൊണ്ട് അടിച്ചൊരു പരുവത്തിലാണ് ഞാനില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ പരുവത്തിലായിപ്പോയത്. അല്ല, ഞമ്മക്കിതൊന്നും അറിയില്ല. എന്തൊരു ചെമ്പ് കാശോ തട്ടോലം മണിക്കാണെന്തെങ്കിലും ചെമ്പ് കാശിൻ്റെ ഒക്കെ തന്നെ ഞാൻ പോയിക്കോളാട്ടോ. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഇല്ല നേരെ പോയാലും അവിടെ കൂലറോടേക്ക് എത്തും. അങ്ങനെയാണ് എന്നെ വിളിച്ചത് എല്ലാവരും. നടുവിന് നിങ്ങളെന്താ പറയുന്നത്? ഞങ്ങൾ ഈ നടുവേദന വെച്ചിട്ട് നിങ്ങൾ പയക്കെടുക്കണം, നിങ്ങൾ പാടണം. എന്റെ തമ്പ്രാട്ടൊക്കെ അറിയോ? തമ്പ്രാട്ടിക്കറിയോ?
പാടുന്ന തമ്പരാട്ടിയെല്ലാം ഉണ്ടാവും വന്നിട്ട്. ആൾക്കാർ പറയുന്നുണ്ട് ഒന്ന് ഈ നടുവേദനയിലൊക്കെ ചെറിയ സുഖം കിട്ടാനൊന്ന് പാടുവാ. അല്ലല്ലല്ലല്ലല്ലല്ല. ഇങ്ങനെ വേം പാട്ടുവാ. എൻ്റെ ഉറൂസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളിയാഴ്ച നിനക്ക് വേം പോ. അല്ലല്ലല്ലല്ലല്ലല്ല. കൊടുത്തു 5 ഉണ്ട് 5 കൊടുത്തു. ആ അല്ലല്ലല്ലല്ലല്ല. തമ്പ്രാക്കള് 5 തമ്പ്രാട്ടികള് 5 തമ്പ്രാട്ടിയാണ്. അപ്പൊ തമ്പ്രാട്ടി എന്നല്ലേ എനക്ക് വേണ്ടിട്ട് പാടേ. എനിക്ക് വീടുന്നല്ല ഇങ്ങനത്തെ അവസ്ഥയായിരുന്നു അല്ലേ? അല്ലല്ലല്ലല്ല. തമ്പ്രാട്ടി ഒന്ന് കേൾക്കട്ടെ കിട്ടുക. എനക്ക് എന്റെ പാട്ടെന്നെ പോണ കേട്ടോ. അല്ലല്ലല്ലല്ല. നല്ല ഉസാറുണ്ടല്ലോ. ഒന്നുകൂടി പാടി. സന്തോഷമായി. എൻ്റെ നടുവേരെല്ലാം കുറച്ച് ശമനമുണ്ട് കേട്ടോ. എൻ്റെ ഇറക്കൊന്നും അങ്ങോട്ട് തരാനില്ല. എനിക്ക് ഇങ്ങോട്ടൊന്നും തരാതിൻ്റെത് പാട്ട് പാടി സന്തോഷമായിട്ടോ. ഇനി നിങ്ങളാരും കൊണ്ടാ ചീത്താനെ പാട്ടെടുക്കുക.